മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ആനയുണ്ടായിരുന്നത് ആ കാണുന്ന മേഖലയിലാണ്. അത് ആ പുഴയ്ക്കപ്പുറം അതിരപ്പള്ളി പഞ്ചായത്താണ്, തൃശ്ശൂർ ജില്ലയാണ്. അവിടെയായിരുന്നു ആനയുണ്ടായിരുന്നത്. അതിനുശേഷം തൊട്ട് താഴേക്ക് ആന ഇറങ്ങി ഈ പുഴയുടെ നടുഭാഗത്തായിട്ടൊരു തുരുത്തുണ്ട്, അവിടെ ആന നിലയുറപ്പിച്ചു. പക്ഷേ അപ്പോഴൊന്നും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമായിരുന്നില്ല. തുടർന്ന് ആനയെ അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക്, നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്, അയ്യമ്പുഴ പഞ്ചായത്താണ്, കാലടി പ്ലാന്റേഷൻ മേഖലയാണ്, അവിടേക്ക് മാറ്റി. പക്ഷേ ആന ഇപ്പോൾ ഈ പ്ലാന്റേഷൻ മേഖലയ്ക്കകത്തേക്ക്, ഈ റബ്ബർ മരങ്ങൾക്കപ്പുറത്തുള്ള ആ കാട്ടിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ആന ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വലിയ തോതിൽ ആന പരക്കം പായുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഈ പ്ലാന്റേഷൻ മേഖലയിൽ ജോലി എടുക്കുന്ന കുറെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. ആനയുടെ ഈ നെറ്റത്തായിട്ടാണ് പരിക്ക് പറ്റിയേക്കണത്. കുറച്ച് ദിവസമായിട്ട് ആന ഇവിടെ കിടന്ന് ഇങ്ങനെ പറ്റിയത് കൊണ്ട് ആള് ബുദ്ധിമുട്ടിൽ വിഷമത്തിലൊക്കെ പതുക്കെ നടന്ന് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നിടത്തേക്ക് ഡിസംബർ 31-ാം തീയതിയാണ് നമ്മുടെ ന്യൂ ഇയറിന്റെ തലേദിവസം. അത് ഞങ്ങൾ GL എന്ന് പറഞ്ഞിട്ട് കോട്ടേഴ്സിലാണ് താമസിക്കണേ. അപ്പൊ അന്ന് വൈകുന്നേരം 6 മണിയായപ്പോഴാണ് ഈ ആന ഓടി പെട്ടെന്ന് പാഞ്ഞു വരാണ് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ചുറ്റും ഫെൻസിങ് ഇട്ടതുകൊണ്ട് ഞാൻ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ വന്ന് ഒച്ചെടുത്തപ്പോഴാണ് ഈ ആന എണ്ണപ്പനയിലേക്ക് ഓടിപ്പോയത്. പിറ്റേന്ന് രാവിലെ ഇത് ഞങ്ങൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡിലേക്ക് കയറിയിട്ട് പിന്നെ അത് മേളിലോട്ട് കയറിപ്പോയി. അപ്പോഴും ഞങ്ങൾ ഈ പരിക്ക് ശ്രദ്ധിച്ചില്ല. ഞാനന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായി, ആ വീഡിയോയിൽ പരിക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല, പരിക്ക് അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് വീണ്ടും ഞങ്ങളുടെ അവിടെ തന്നെയായിരുന്നു. ഇവള് പൊക്കോടാന്ന് പറഞ്ഞപ്പോൾ ആന പതുക്കെ വേറെ തിരിഞ്ഞ് വേറെ വഴിക്കോടെ പോയെങ്കിലും ആൾക്ക് നടക്കാൻ പറ്റണില്ല. ആള് പതുക്കെ റോട്ടിലേക്ക് കയറി മെയിൻ റോട്ടിൽ കൂടെ പതുക്കെ നടന്ന് പിന്നെ അപ്പോഴേക്ക് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ വന്ന് ഒച്ചയെടുത്ത് അങ്ങനെ അവര് കയറിപ്പോയി. ഇപ്പോൾ ആന ഈ വനമേഖലയിലേക്ക് കയറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ രാവിലെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കണ്ടു പുഴയുടെ സൈഡിലായിട്ട് ആന നിൽക്കണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തും ഇങ്ങനെ ആളുകൾ വന്ന് ഇപ്പുറത്തും ആളുകൾ നിൽക്കണ ആനയ്ക്ക് എങ്ങും പോറ്റാത്ത ആന അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കായിരുന്നു. അത് കഴിഞ്ഞ് ഫോറസ്റ്റുകാർ വന്നപ്പോൾ അവര് ഞങ്ങളുടെ ടാസ്കിലേക്ക് കയറി. അങ്ങനെ ആന പേടിച്ചിട്ടാണ് ആന വനപ്രദേശത്തേക്ക് ഓടി കയറി. ആന ഇപ്പോൾ മയക്കുവെടി വെച്ചിട്ട് ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചികിത്സ നൽകേണ്ടതായിട്ടുള്ള ഒരു മുറിവ് അല്ലേ? മുറിവ് അത്യാവശ്യം നല്ല പഴുപ്പുണ്ടെന്ന് തോന്നണേ. അന്ന് കണ്ടപ്പോൾ തന്നെ നല്ല കുഴിയായിരുന്നു നെറ്റിയില്. പിന്നെ പഴുപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ആന മണ്ണ് വാരിടുക. പിന്നെ അവിടെ ചെറിയൊരു ചെളിക്കുണ്ടുണ്ട്, അതിലാണ് സ്ഥിരം നിന്നിരുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത്. ആനകൾ ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ വന്ന് നിന്നാണ് ഞങ്ങൾ ടാപ്പ് ചെയ്യണത് ഭൂരിഭാഗവും സമയമൊക്കെ. പിന്നെ സുരക്ഷ ഒട്ടും തന്നെ ഇല്ല ഞങ്ങൾക്ക്. ഇപ്പൊ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ശരിക്കും പേടിച്ചു. ആന ഇങ്ങനെ ഇതും കൂടി കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. വെട്ടാണ്ടൊക്കെ ഞങ്ങൾ കുറച്ച് മരങ്ങൾ ഞങ്ങൾ വെട്ടിയിട്ടുള്ളൂ, വെട്ടാൻ പറ്റിയിട്ടില്ല. ഞങ്ങളോട് വെട്ടണ്ടെന്ന് പറഞ്ഞു. പാലെടുക്കാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ആന വനപ്രദേശത്തിലേക്ക് കയറിയപ്പോൾ ഉദ്യോഗസ്ഥർ വന്നു ഞങ്ങൾ പാലെടുത്ത് വേഗം പോന്നു. ഇപ്പൊ പാലെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വിളിച്ചു, ആന ഇറങ്ങിയെന്നും പറഞ്ഞു. മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിലാണ്, ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിക്ക് അല്പം ഗുരുതരം തന്നെയാണ് എന്നതാണ് ഈ നാട്ടുകാരായിട്ടുള്ളവർ പറയുകയും ചെയ്യുന്നത്. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.